ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മറുവേഷം എന്ന സിനിമ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയിലെ പ്രധാന വേഷങ്ങൾ ചെയ്യുന്ന ജയശങ്കരേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്, അതുപോലെ തന്നെ ഷാഹിൻ സിദ്ദിഖും ഉണ്ട്. ചേട്ടാ, സിനിമയുടെ വിശേഷം, മറുവേഷത്തിൻ്റെ വിശേഷത്തിന് വേണ്ടിയാണ് ചേട്ടനെ ഇരുത്തിയിരിക്കുന്നത്. നമ്മൾക്ക് ചെറിയ സ്പേസുകൾ കിട്ടുമ്പോൾ നന്നായിട്ട് ചെയ്യുന്നവർ എപ്പോഴും അവരുടെ ഉള്ളിൽ അത്രയും ഒരു പാഷൻ ആക്ടിങ്ങിനോടുണ്ടാവും, ഒരു ബ്രില്യൻസ് ഉണ്ടായിട്ടായിരിക്കുമല്ലോ അങ്ങനെ സംഭവിക്കുക. അപ്പോൾ അവരെപ്പോഴും ഒരു കേന്ദ്ര കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴത്തേക്കും അവർ എക്സ്ട്രാ ഒരു അതേ ബ്രില്യൻസ് അവർ കൊണ്ടുവരും. ബിക്കോസ് അവരെപ്പോഴും ഉള്ളിലെ ഡിസയറും കൂടെ അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മറുവേഷത്തിൽ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാവോ? ബിക്കോസ് മകൾക്കിന് ശേഷം ചേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക ത്രൂ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത് ഇതല്ലേ, മറുവേഷമാണ്. അപ്പം അത് നമ്മൾ പ്രതീക്ഷിക്കാവോ പ്രേക്ഷകർ എന്നുള്ള നിലയിൽ? തീർച്ചയായിട്ടും. യെസ്. എനിക്കിപ്പോൾ ഒരു സീന് വരുന്ന ക്യാരക്ടറാണെങ്കിലും 2 സീന് വരുന്നതാണെങ്കിലും 10 സീനാണെങ്കിലും നമ്മൾ ചെയ്യുന്നതെല്ലാം ആ ഒരു ഹൃദയത്തിൽ നിന്ന് തന്നെ ആയിരിക്കും നമ്മളെല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ കണ്ടമാനം സിനിമകളിൽ അത്രയും മുഴുനീളമായിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ടാവത്തില്ല. അത് വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഇതിനകത്ത് കൂടുതൽ എനിക്ക് സ്പേസ് ഉണ്ട്. അത് എത്രയ്ക്കായാലും നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ്. നമ്മൾ അത് ഒരു സീൻ ചെയ്താലും അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഉറപ്പായിട്ടും. പക്ഷേ എന്നാലും കൂടുതലുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി എല്ലാം നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. എന്നാലും ആ ഒരു രസം പിടിച്ചു പറ്റിയോ? ഇനി അങ്ങനെയൊന്നും ഞാൻ ഇനിയാണെന്ന് പറഞ്ഞാലും ഒറ്റ സീനാണെന്ന് പറഞ്ഞാലും എനിക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഇതിൻ്റെയും കഥ പറയുമ്പോൾ എൻ്റെ അടുത്ത് സെൻട്രൽ ക്യാരക്ടർ എന്നൊന്നും ആദ്യം പറഞ്ഞില്ല. ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തും കുറച്ച് റിസ്ക് എലമെന്റ്സ് ഉണ്ട് സെൻട്രൽ ക്യാരക്ടറൊക്കെ ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ കുറച്ച് ഇൻസിഡൻസ് ആ കഥാപാത്രത്തിൻ്റെ, അതായത് സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന, അദ്ദേഹത്തിൻ്റെ മകൾക്ക് സംഭവിക്കുന്ന, അല്ലെങ്കിൽ ആ മരുമകൻ എന്ന് പറയുന്ന ഷാഹിൻ ചെയ്ത ക്യാരക്ടർ. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ജീവിതത്തിൽ അവരഭിമുഖീകരിക്കുന്ന കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വർക്കൗട്ട് ആകുന്ന സാധനങ്ങളാണ്. പടത്തിന്റെ ജോണർ ഷാഹിൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ജസ്റ്റ് സ്പോയിലർ ഒന്നും ഇല്ലാതെ. ശരിക്കും ത്രില്ലറാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒപ്പം ഫാമിലി ചേർക്കും, ഫാമിലി ത്രില്ലർ എന്ന് പറയും. ഒരു ഫാമിലി ത്രില്ലർ. അപ്പോൾ ഫാമിലി വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഡയറക്ടർ അനുറാം, അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ ആയിട്ട് കഥ പറയാന്നുള്ളതാണ്. അപ്പോൾ നോൺ ലീനിയർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒട്ടും ലാഗ് വരാതെ പട്ടപ്പെട്ടാന്ന് ഇങ്ങനെ സിനിമ കണ്ടു പോകുന്ന പാറ്റേണിൽ കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരുന്നൊരു സിനിമയാണ്. നമ്മൾ ഇത് IFFK ഫിലിം മാർക്കറ്റിൽ പ്രദർശിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഒരു സിനിമ നമ്മൾ ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ അഭിനയിച്ച സിനിമയാണ്. നമുക്കിത് കാണുമ്പോൾ അടിപൊളി എന്ന് തോന്നും. അങ്ങനെയല്ലല്ലോ പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നണമെന്നില്ല. നമ്മൾ വലിയ കോൺഫിഡൻസോടെ ഇപ്പോൾ നിങ്ങളോട് ഇവിടെ ഇൻ്റർവ്യൂ ഇരുന്ന് പറയുന്നു, തിയേറ്ററിൽ വരുമ്പോഴായിരിക്കും കുറച്ചോനെ ഇത് അങ്ങനെയല്ലേ എന്ന് തിരിച്ചറിയുന്നത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ ഈ സിനിമയുടെ നമ്മളൊരു കോൺഫിഡൻസ് വെച്ചാൽ IFFK ഫിലിം മാർക്കറ്റിൽ നമുക്ക് ഈ മൂവി പ്രദർശിപ്പിക്കാൻ പറ്റി. സിനിമയിലെ ഏറ്റവും വലിയ ടെക്നീഷ്യൻസ്, സിനിമയെ നന്നായിട്ട് അറിയാവുന്ന ആളുകൾ വന്ന് കണ്ടു. കാര്യം ഫിലിം ഫെസ്റ്റിവൽ ആകുമ്പോൾ അത്രയും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഓൾറെഡി അവർ വരുന്നത്. അപ്പോൾ അവർ മറ്റ് സിനിമകൾ കാണണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ മൂവി വന്ന് കാണി അതിനെക്കുറിച്ച് നല്ല റിവ്യൂസ് പറയുകയൊക്കെ ചെയ്തു. സോ അത് നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് പ്രീമിയറിലും നല്ല റിവ്യൂ കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് ഭയങ്കര, ഞങ്ങൾക്ക് അത് വലിയ ബെനിഫിറ്റ് ആയി. കാര്യം നമ്മൾ ചെയ്യുന്ന സീൻസ് അല്ലാതെ വേറെ ഒരുപാട് സീൻസ് സിനിമയിലുണ്ട്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഇരിക്കും നമുക്കറിയില്ല. അപ്പോൾ സിനിമ കണ്ട് എല്ലാവരും നല്ല റെസ്പോൺസ് പറഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. 30 വർഷമായിട്ടുള്ള ചേട്ടൻ്റെ സിനിമ എക്സ്പീരിയൻസ് ആണ്. വധു ഡോക്ടറാണെന്നുള്ള സിനിമയിൽ ജയറാമിൻ്റെ ഒരു അടി കിട്ടി തുടങ്ങിയ കരിയർ ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ഒരു രീതി ഒന്ന് ചേഞ്ച് ആവാനായിട്ട് നിന്നു. ചേട്ടൻ്റെ ഒരു കരിയർ ഒന്ന് കുറച്ചുകൂടെ തെളിയാനായിട്ട് അല്ലേ? സിനിമയുടെ ഒരു ചെറിയ രീതിയിലുള്ള എന്താ പറയുക ന്യൂജൻ രീതിയിലേക്ക് മാറ്റങ്ങൾ വന്നപ്പോഴത്തേക്കും ചേട്ടൻ കുറെ കൂടെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ ചെറിയ സ്പേസ് ചേട്ടന് തരുമ്പോൾ പോലും ചേട്ടനൊരു എക്സ്ട്രാ ബ്രില്യൻസ് അവിടെ കാണിക്കാനായിട്ട് തുടങ്ങി. ചില വേഷങ്ങളൊക്കെ ഭയങ്കരമായി ഹിറ്റായി. ട്രോളിൽ ഭയങ്കര വില്ലനാണ് ആള്. ഞങ്ങൾ ഇപ്പോഴും ചേട്ടൻ്റെ ട്രോളുകൾ സെൻഡ് ചെയ്യാൻ ഞങ്ങൾക്കൊരു എക്സ്ട്രാ സന്തോഷമാണ്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? 30 കൊല്ലം ആയിട്ട് സിനിമ ചെയ്യാൻ ഭാഗ്യം കിട്ടി. അത്രയും നാളെനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയല്ലോ. വളരെ കുറവാണെങ്കിലും ചെയ്ത വേഷങ്ങൾ നല്ലതാണെന്ന് പ്രേക്ഷകർ. കുറവാണെന്നാണോ തോന്നുന്നത്? പിന്നെ ഞാൻ വളരെ കുറച്ച് സിനിമകളല്ലേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഇപ്പൊ 30 കൊല്ലം കൊണ്ട് ഒരു 100 സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കൂടെ എണ്ണമൊന്നുമല്ലല്ലോ. പക്ഷെ ചെയ്ത് തുടങ്ങിയപ്പോൾ അതിനുശേഷം ചെയ്ത് തുടങ്ങുന്ന എല്ലാ രംഗങ്ങളും ശ്രദ്ധിക്കപ്പെടാനായിട്ട് തുടങ്ങി അല്ലേ? പിന്നെ അത് മാത്രമല്ല കുറച്ച് പ്രശ്നകാരി എന്നുള്ള റോളുകൾ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ അറ്റൻഷൻ കിട്ടുന്നത് പോലെ. അതെന്തോ തുടക്കം വധു ഡോക്ടറാണ് മുതൽ ഇങ്ങോട്ടുള്ള സിനിമകളിലെല്ലാം സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു മൂവി അവിടെ തൊട്ടായിരിക്കും ചിലപ്പം അതിനകത്ത് ട്വിസ്റ്റുകളും
പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് വന്നു ചേർന്നത്. ഒന്ന് എൻ്റെ പാറ്റേൺ ഓഫ് ആക്ടിങ് ചിലപ്പോൾ അന്ന് സിനിമ ഡിമാൻഡ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കഴിഞ്ഞും കുറച്ച് സിനിമകളൊക്കെ ചെയ്തു. പക്ഷേ അന്നത്തെ എൻ്റെ പാറ്റേൺ ഓഫ് ആക്ടിങ് അത് അന്ന് ഡിമാൻഡ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ എന്നെ പരിഗണിക്കാതെ വന്നപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് അത് മാറ്റി ചെയ്യുന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അന്ന് ചേട്ടൻ നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ ഞാൻ സ്കൂൾ തലം തൊട്ട് കോമ്പറ്റീഷൻസിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. അമച്വർ ഡ്രാമസ് ധാരാളം ചെയ്യുമായിരുന്നു. അക്കാഡമിയിലൊക്കെ മത്സര നാടകം ഞാൻ കളിച്ചിട്ടുണ്ട്, സംഗീത അക്കാഡമിയിലൊക്കെ. ഷാഹിൻ രേഖാചിത്രത്തിൽ നമ്മുടെ സിദ്ദിഖേട്ടൻ്റെ ചെറുപ്പകാലം കാണിക്കാനായിട്ട് AI-യുടെ ആവശ്യം വേണ്ടി വന്നില്ല. അതേസമയം മമ്മൂട്ടിയുടേത് നമ്മൾ AI-യുടെ ക്രിയേറ്റ് ചെയ്താണ് ചെയ്തത് അല്ലേ? ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സന്തോഷം തോന്നിയ അങ്ങനെ ഒരു സ്പേസ്? ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ആദ്യം അനിൽ രാധാകൃഷ്ണ മേനോൻ സാർ ഡയറക്ട് ചെയ്ത ദിവാഞ്ചി മൂല ഗ്രാൻഡ് പ്രീ എന്ന് പറഞ്ഞ സിനിമയിൽ വാപ്ചിയുടെ ചെറുപ്പം ഞാൻ ചെയ്തിരുന്നു. അതൊരു ബൈക്ക് സ്റ്റണ്ടായിരുന്നു, ബൈക്ക് റേസർ ആയിട്ടായിരുന്നു. അപ്പോൾ വാപ്ചിയുടെ ക്യാരക്ടർ ബൈക്ക് ആക്സിഡന്റിൽ കോമയിലാവുന്നതായിരുന്നു. അങ്ങനെയാണ് വാപ്ചിയുടെ പലൊരു ഫ്ലാഷ് ബാക്ക് രംഗത്താണ് ഞാൻ വരുന്നത്. ആ ബൈക്ക് റേസ് സീക്വൻസ് കാണിക്കുന്നത്. എനിക്കതിൽ ശരിക്കും ആക്സിഡന്റ് പറ്റി. എനിക്ക് സീരിയസ് ആയിട്ടൊരു ആക്സിഡന്റ് പറ്റി. എൻ്റെ കോൺഷ്യസ്നൊക്കെ പോയതാണ്. അങ്ങനെ അത് അങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി. അപ്പോൾ അതിനുശേഷം പിന്നെ രേഖാചിത്രത്തിലാണ് എനിക്ക് ഒരു യങ്കർ വേർഷൻ പ്ലേ ചെയ്യാൻ പറ്റണം. രേഖാചിത്രത്തിൽ എനിക്ക് വേറൊരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചാൽ എനിക്ക് വിഗ് വെച്ച് അഭിനയിക്കാൻ പറ്റി. കാര്യം ഞാൻ ആ സമയത്ത് ഒരു പോലീസ് റോള് ചെയ്യായിരുന്നു. എം എ ഷാദ്ക ഡയറക്ട് ചെയ്ത അന്വേഷണത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പോലീസ് വേഷം. അപ്പോൾ പോലീസ് വേഷം ആയതുകൊണ്ട് തന്നെ ഹെയർ സ്റ്റൈൽ അങ്ങനെ ഭയങ്കര ട്രിം ചെയ്തതാണ്. അപ്പോൾ ആ ലുക്ക് വേറെ ഒന്നിനും കഴിയില്ല. നമ്മൾ പോലീസ് കട്ട് അപ്പിയറൻസ് വേറെ ഒരു റോള് ഇടാൻ പറ്റില്ല. അപ്പോൾ റോണക്സ് ഏട്ടൻ അതിന്റെ ഡയറക്ടർ ജോഫിൻ സാറും കൂടിയും ഡിസൈഡ് ചെയ്തിട്ട് എനിക്കൊരു വിഗ് വെച്ചിട്ടാണ് അപ്പോൾ ആ മൂവിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഇത് നമ്മളൊട്ടും യൂസ്ഡ് ആയിട്ട് ഒരു ക്യാപ്പ് വെക്കണ പോലെ അല്ല ഇത് വേറൊരു സാധനമാണ്. നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര വേറിടായിരുന്നു. നന്നായി ഒരു കാര്യം വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇത്രയും ട്രോള് കിട്ടി നിൽക്കുമ്പോൾ എനിക്ക് അത് ചേരും, ഇത് ആൾക്കാർ കളിയാക്കും എന്നൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് ബ്ലെൻഡ് ആയി പോയി. നല്ല വിഗ് ഐ എൻജോയ്ഡ് ഇറ്റ്. ഐ വെരി മച്ച് എൻജോയ്ഡ്. എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വിഗ് വെച്ചിട്ടൊക്കെ ഒരു വേഷം ചെയ്യാൻ പറ്റിയത്. സോ ഒരുപാട് വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചേട്ടന് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലിജോ ജോസ് ആണെങ്കിലും ദിലീഷ് പോത്തൻ്റെ കൂടെ ആണെങ്കിലും സത്യൻ അന്തിക്കാട് സാറിൻ്റെ കൂടെ ഇവരൊക്കെ മോൾഡ് ചെയ്തെടുത്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ഷാഹിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെ വലിയ മൂവീസിൽ വർക്ക് ചെയ്തിട്ടുമുണ്ട് എന്ന് മാത്രമല്ല അച്ഛൻ്റെ മോനും കൂടെയാണ്. അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും അനുഭവ സമ്പത്ത് ഈ മൂവിക്കൊരു നല്ലൊരു ബാക്ക് ബോൺ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, ഇതിന്റെ ബാക്ക് ബോണിന്റെ ഡയറക്ടർ മിസ്റ്റർ അനുറാം തന്നെയാണ്. അപ്പോൾ ഇതിലൊരു ഫ്രീഡം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കും വലിയ വലിയ ഡയറക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവരോട് എനിക്ക് ഇത്രയും കമ്പനി ചെയ്യാൻ പറ്റിയെന്നല്ല. പന്നാമേട്ടൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എനിക്ക് എൻ്റെ ബ്രദറെ പോലെ ഒരാളാണ്. നമുക്ക് എന്തും ഷെയർ ചെയ്യാം, നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും പറയാം. നമുക്കൊരു സീൻ നമുക്ക് എൻജോയ് ചെയ്തില്ലെങ്കിൽ രണ്ടാമത് എടുക്കാൻ പറയാനുള്ള കഥയിൽ നമുക്ക് കൈയെടുത്താം. എന്തെങ്കിലും അങ്ങനെയൊക്കെ പല ക്ലാഷസ് ഒക്കെ ഉണ്ടാവും, നമ്മൾ ഇംപ്രവൈസ് ചെയ്യും. അപ്പോൾ അതൊരു ഇപ്പം നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഉണ്ടാക്കിയ മൂവിയാണ് ശരിക്കും മറുവശം എന്ന് പറഞ്ഞാൽ. ഒരുപാട് ഫ്രണ്ട്സ് ചേർന്ന് ഉണ്ടാക്കിയൊരു മൂവിയാണ്. അപ്പോൾ അത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. നമുക്കത് എല്ലാ സെറ്റിലും കിട്ടണം എന്നില്ല. ഇപ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം അവിടെ തരുന്നുണ്ട്. ഇപ്പോൾ ഏട്ടനോട് നേരത്തെ ചോദിച്ചില്ല, ബ്രില്യൻസ് അദ്ദേഹത്തിന് അത് കാണിക്കാൻ പറ്റിയ സ്പേസ് നൽകുന്ന ഒരു ഡയറക്ടറാണ് മിസ്റ്റർ അനുറാം. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ നമുക്കൊരു ഡയലോഗ് തന്നു. സാധാരണ സെറ്റിൽ പോകുമ്പോൾ ഈ ഡയലോഗ് തെറ്റാതെ പറയാൻ പറ്റണേ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സെറ്റിലാകുമ്പോൾ അതിനാമേട്ട ഞാൻ ഇങ്ങനെ പറയണമെന്നുണ്ടോ, ഞാൻ ഇങ്ങനെ മാറ്റി ഇതിങ്ങനെ പറഞ്ഞു പോയിക്കോട്ടെ. ക്രിയേറ്റിവിറ്റി ഈസ് ഓൾസോ വർക്കിംഗ്. ഇറ്റ് ഈസ് ഓൾസോ വർക്കിംഗ്. അങ്ങനെ പറയാനുള്ള സ്പേസ് ഉണ്ട്. പുള്ളി പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്കും അത്രേ ഉള്ളൂ. ഞാൻ വേറെ വലിയ ഡയറക്ടറോട് പറയും, സർ ഇതിങ്ങനെ വേണ്ട, അല്ല അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് അവിടെ പോയി. ഞാനത് കൃത്യമായി അത് പറയാ എന്ന് മാത്രം. അപ്പം ഞാൻ കൂടുതൽ കോൺഷ്യൻസ് ആവും. അങ്ങനെയല്ല ചേട്ടൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? അല്ല, എൻ്റെ അനു തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് നിസാർക്ക എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ നിസാർ, അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ആണ് ഞാൻ ഒരു കാലത്ത് സിനിമ ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകളായിരുന്നു. മലയാള സിനിമയിലെ ഒരു ടെക്നീഷ്യൻ പെട്ടെന്ന് ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഗംഭീര ടെക്നീഷ്യനാണ്. അപ്പോൾ അനുവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഈ ഞങ്ങളിങ്ങനെ ഭയങ്കര ഷോർട്സ് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, നിങ്ങളാരും ജൂനിയർ നിസാറോ എന്ന് ചോദിച്ചു. അപ്പോൾ നിസാർക്കെ കണ്ടപ്പോഴത്തേക്ക് അനു പറഞ്ഞു, ജയശങ്കരേട്ടൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങളെന്താ ജൂനിയർ നിസാറാണോ എന്ന് ചോദിച്ചത് പറഞ്ഞു. അപ്പോൾ അതുപോലുള്ളൊരു ടെക്നീഷ്യനാണ് അനു. ഭയങ്കര സ്പീഡിൽ വർക്ക് ചെയ്യുന്ന, എല്ലാ ഷോട്ടിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള
പടപടാന്ന് എടുത്തു പോകുന്ന ഒരാളാണ്. എടുത്തു പോലെ ഷാഹിന്റെ കരിയറിൽ ഒരുപാട് പടങ്ങൾ മമ്മൂക്കയുടെ കൂടെ ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പത്തേമാരിയിലായിരുന്നു ഷാഹിന്റെ എൻട്രി. കസബ ചെയ്തു, കസബ ചെയ്തു, പിന്നെ ക്രിസ്റ്റഫറിൽ ഇപ്പൊ ഞാൻ മമ്മൂക്ക മൂവിയാണ് ചെയ്യുന്നത്. മഹേഷ് നാരായൺ ഡയറക്ട് ചെയ്യുന്ന മമ്മൂക്ക, ലാലേട്ടൻ, നയൻതാര. ഐ വോണ്ട് ആസ്ക് അബൌട്ട് ദാറ്റ് എക്സ്പീരിയൻസ്. മമ്മൂക്കയുടെ കൂടെയുള്ള ട്രെയിനിങ് എത്രത്തോളം? ടെൽ മീ മോർ. നമ്മൾ ഇപ്പോൾ മമ്മൂക്കയായിട്ടാണ് നമ്മൾ അഭിനയിക്കുക. ഇപ്പം നമ്മൾ തിയേറ്ററിൽ സിനിമയിൽ കണ്ട് പരിചയമുള്ള മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഓപ്പോസിറ്റാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ സീനിൽ കയറിയ നമ്മുടെ ആക്ടിങ് പോയി. ഓക്കെ. അപ്പോൾ ആ ഒരു ബുദ്ധി നമുക്ക് വേണം. സെറ്റിൽ വരുമ്പോൾ അന്ന് രാവിലെ മമ്മൂക്ക കാണും, നമ്മൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. ആ സമയത്തൊക്കെ ഓക്കെ, ചെറിയ കാര്യമല്ല. പക്ഷെ അതായിട്ട് നമ്മൾ അതായിട്ട് അഭിനയിക്കാൻ പോയാൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. കാര്യം അദ്ദേഹം നമ്മൾ ഓപ്പോസിറ്റ് ചെയ്ത് ക്യാരക്ടർ നിൽക്കുന്നു. ഇപ്പൊ ക്രിസ്റ്റഫറിൽ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ്. എൻ്റെ അളിയനാണ് ശരിക്കും. ഞാൻ സ്നേഹ മാമിന്റെ ബ്രദറാണ്. സ്നേഹ മാമിന്റെ കല്യാണം കഴിച്ചു. അപ്പൊ എൻ്റെ അളിയൻ വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അവിടുത്തെ മമ്മൂക്ക, മെഗാസ്റ്റാർ മമ്മൂക്ക എന്ന് വിചാരിച്ചാൽ ആ എക്സ്പ്രഷൻ അവിടെ തെറ്റുത്. സോ അങ്ങനെ പാടില്ല. പുതിയ കാര്യങ്ങൾ മമ്മൂക്ക പറഞ്ഞു തരും. മമ്മൂക്ക ഗൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാടില്ല, ഇല്ല, വളരെ കുറച്ച്, വളരെ അത്യാവശ്യത്തിന്. ബിക്കോസ് ഇപ്പോൾ വൺസ് യു ഗെറ്റ്, ഐ ഹോപ്പ് യു ഡു, നിങ്ങൾക്ക് മമ്മൂക്കയായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഈ എക്സൈറ്റ്മെന്റ് മമ്മൂക്കയ്ക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയ എറർ ഉണ്ടായാൽ നമുക്ക് അതാണ് പറ്റുക, എക്സൈറ്റ്മെന്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഭയങ്കര വേർഡാവും. അപ്പോൾ മമ്മൂക്ക ഏറ്റവും ന്യൂട്രൽ ആയിട്ട് നിൽക്കുള്ളൂ. ആദ്യം ഷോർട്ട് മുമ്പ് നമ്മളോട് ബേസിക് ആയിട്ട് സംസാരിക്കും, കാര്യങ്ങൾ വെച്ച് നമ്മളൊന്ന് കംഫർട്ടബിൾ ആയതിനു ശേഷം. കാര്യം മമ്മൂക്ക എത്ര വർഷമോ എത്ര ആർട്ടിസ്റ്റോപ്പം മമ്മൂക്ക നിന്നിട്ടുണ്ട്. ഇത്രയും വർഷമായിട്ട് എത്രയോ പുതുമുഖങ്ങൾ മമ്മൂക്കയുടെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം സിനിമയിൽ വന്നപ്പോൾ ഒരു പുതുമുഖമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാതെ. അപ്പോൾ അദ്ദേഹത്തെ അത് വെച്ചിട്ട് ചില കാര്യങ്ങൾ മാത്രം നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ ക്രിസ്റ്റഫർ ലുറാസിന് നിൽക്കണ എന്നെ വിളിച്ചിട്ട് എൻ്റെ മുട്ട് ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ നിൽക്കുമ്പോൾ മനസ്സിലായി, അങ്ങനെ നിൽക്കണ്ട, നീ നേരെ, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ. ഇപ്പോൾ മഹേഷിന്റെ പടത്തിലും അങ്ങനെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഷാഹിന്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഈസ് ഹ്യൂജ്. മമ്മൂട്ടി, മോഹൻലാൽ ഒരുമിച്ച് അഭിനയിക്കുന്നു. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര. വാട്ട് ഇസ് ദിസ്? ഇത്രയും മഹേഷ് നാരായണൻ പ്രോജക്ട്, ഇത്രയും വലിയൊരു പ്രോജക്ട്. ഐ വോണ്ട് നോ മോർ അബൌട്ട് ഇറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഷൂട്ട് നടക്കുവാണ്. ആ പ്രോജക്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആസ് വി സ്പീക്ക് ഈ ദിവസം അവർ ഡൽഹിയിലാണ് അതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. ആൻഡ് അവരിനി ഐ തിങ്ക് നെക്സ്റ്റ് ഷെഡ്യൂൾ വീണ്ടും കൊച്ചിയിലായിരിക്കും. ആ സമയത്ത് ഒരുപക്ഷെ എനിക്ക് ഷൂട്ട് ഉണ്ടാവാം. നമ്മൾ ഇതൊരു വലിയ പ്രോജക്റ്റ് ആകുമ്പോൾ ഈ പ്രോജക്റ്റിൽ ഇത്രയും സൂപ്പർ സ്റ്റാർസ് ഉള്ളത് കൊണ്ട് തന്നെ ആൻഡ് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്, ഒരുപാട് ലൊക്കേഷൻസിലാണ് ഈ ഷൂട്ട് നടക്കുന്നത്. നമ്മൾ ഒരുപാട് ടൈം ഇതിന് വേണ്ടി റെഡി ആയിരിക്കണം. സോ എൻ്റെ ഈ ഗെറ്റപ്പ്, എൻ്റെ ഈ ലുക്ക്, ഞാൻ എൻ്റെ മറ്റ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം ഇതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ്. ബിക്കോസ് അത്ര പേപ്പർ വർക്ക്സ് ആണ് നമ്മൾ ഇനിഷ്യലി സൈൻ ചെയ്യുന്നത്. സോ അവരെപ്പോൾ വിളിക്കുന്നോ വി ഹാവ് ടു ബി റെഡി. മറുവേഷത്തിൽ ചേട്ടന്റെ വേഷം എങ്ങനെയാണ്? ലൈക്ക് ചേട്ടന്റെ ഒരു ലൈൻ ഓഫ് ആക്ടിങ് ഏത് സാധനമാണ് പിടിച്ചേക്കുന്നത്? കുറച്ചുകൂടി അങ്ങനെ ലൈൻ ഓഫ് ആക്ടിങ് ഒന്നുമല്ല. അതൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ. അത് ആ സാധാരണത്വത്തോടു കൂടി തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ. ഇനി ഷാഹിന്റെ ക്യാരക്ടർ എന്താണ്? അതുപോലെ തന്നെ ഞാൻ എൻ്റെ സൺ ഇൻ ലോ ആണ്. സൺ ഇൻ ലോ, അതെ. അപ്പോൾ അതായത് ഇതിലെ ഹീറോയിൻ അതിഥിയുടെ ഹസ്ബൻഡാണ് ഞാൻ. അപ്പോൾ നമ്മളുടെ ഫാമിലി ഫേസ് ചെയ്യുന്ന ഒരു വലിയ ട്രാജിക് ഇവന്റ്, ആ ട്രാജിക് ഇവന്റിനെ നമ്മൾ എങ്ങനെ മറികടക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയിലൂടെ നമ്മൾ പറയുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാര്യം, ഞാനും ഏറ്റവും നല്ലൊരു റിലേഷൻഷിപ്പിലല്ല. ഞങ്ങൾ പരസ്പരം കണ്ട അതെ, അങ്ങനെ തുടങ്ങുന്ന ഒരു സീക്വൻസ് ആണ്. സോ എൻ്റെ പടത്തിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റി, നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. ഡിഫറെന്റ് ലേയേഴ്സ് ഉണ്ട്. അത് എല്ലാ ക്യാരക്ടേഴ്സിനും അതുണ്ട്. അതിപ്പോ ഇതില് നമ്മൾ മറ്റു ആക്ടേഴ്സിനൊന്നും പറഞ്ഞില്ല. പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട്, കൈലാഷ് ഉണ്ട്, പിന്നെ സിനിമയില് കൈലാഷ് ചേട്ടന്റെ ഒരു പ്രത്യേക ലുക്കിലുള്ള ഒരു പോസ്റ്ററും കാണാനായിട്ടുണ്ടായി. അനുരാമേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കൈലാഷ് ചേട്ടൻ. കൈലാഷേട്ടൻ അവർ ഭയങ്കര ക്ലോസ് ആണ്. അനുരാമേട്ടൻ്റെ ഫസ്റ്റ് മൂവിയിലെ ഹീറോ ആണ് കൈലാഷ്. അന്ന് മുതലുള്ള ബന്ധമാണ്. അപ്പോൾ അനുരാമേട്ടന് കൈലാഷേട്ടൻ്റെ ലുക്കുകൾ എക്സ്പെരിമെന്റ് ചെയ്യാന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി. കാര്യം ആ കൈലാഷേട്ടന് അദ്ദേഹം സ്ഥിരമായി കീപ്പ് ചെയ്യുന്ന ലുക്ക് ഉണ്ട്, അത് പൊളിക്കാനാണ് അനുരാമേട്ടന് ഏറ്റവും ഇഷ്ടം. ഇതിൽ അദ്ദേഹം ആദ്യം ഒരു പരീക്ഷണം നടത്തി, പിന്നെ നമ്മൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ ഇത്തിരി ഒരു നരയൊക്കെ ഉള്ള ഒരു പോലീസ് ഓഫീസറായിട്ടാണ് കൈലാഷേട്ടൻ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈസ് ഡൺ റിയലി വെൽ. അതിന് കള്ളവും അതേപോലെ വേറെ ലുക്ക് ചെയ്തു. ഒരു ആക്ടറുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ഡയറക്ടറെ എല്ലാം വെച്ചിട്ട് സ്വപ്നം കാണാൻ പറ്റും. കറക്റ്റ്. നിങ്ങൾ ഏത് ആക്ടേഴ്സിനെ എടുത്തു നോക്കി? അതെ, സത്യനന്ദിക ഫഹദ് ഫാസിലിനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഡ്രീം ചെയ്യാൻ പറ്റിയ ഒരു ആക്ടറാണ് എന്നുള്ള രീതിയിൽ മനസ്സിൽ വെച്ചുകൊണ്ട് ഭാവന കണ്ടുകൊണ്ടിരിക്കും ഈ അദ്ദേഹത്തെ വെച്ചെന്ന് പറഞ്ഞു. ശരിയാണ്. ചേട്ടൻ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ചേട്ടനെ വെച്ച്? അല്ല, അങ്ങനെ ഏതെങ്കിലും ഡയറക്ടർ സ്വപ്നം കാണണേ. ജയശങ്കർ ഏട്ടാ,
സത്യൻ അന്തിക്കാട് ഒരുപാട് കാലത്തിന് ശേഷം മോഹൻലാലുമായിട്ട് ഒന്നിച്ചൊരു മൂവി വരാൻ പോവുകയാണ്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവി, ഹൃദയപൂർവ്വം എന്നുള്ള മൂവി. ആ മൂവിയിലും ചേട്ടൻ്റെ ഒരു പാട്ടാണ്. അതിൻ്റെ വിശേഷങ്ങൾ പറയാട്ടോ, കേട്ടോ. എനിക്ക് ചെറിയ വേഷമാണ്. സത്യേട്ടൻ്റെ മൂന്നാമത്തെ പടമാണ്, ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രമാണ്. ലാലേട്ടനായിട്ട് ദൃശ്യം 2 ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണ്. ലാലേട്ടനായിട്ടാണ് കോമ്പിനേഷൻ. ചെറുതാണെങ്കിലും അതിനകത്തൊരു ദൃശ്യം 2 ഭയങ്കര ആവേശം ഈ പറഞ്ഞ പോലെ ചെറുതാണെങ്കിലും ചേട്ടൻ ഒരു ഇമ്പാക്ട് കിട്ടി. ചേട്ടൻ ആ കാര്യത്തിൽ കൂടോത്രം ചെയ്യുന്നുണ്ടോ? ഇതിന്റെ വിശേഷം ഏട്ടൻ എന്നോട് പറയുന്നത് നമ്മൾ മറുവശം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നിസ്സാര സമയം മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ആ സിനിമയുടെ സെറ്റിൽ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അദ്ദേഹം ഇവിടെ നിന്ന് കിടക്കുന്ന സീൻ. പക്ഷെ ആ മൂവി അത് OTT ഉണ്ടാക്കിയ ഇമ്പാക്ട് ഭീകരമാണ്. എനിക്ക് ഇപ്പോഴും ഓർക്കുന്നതെന്ന് വെച്ചാൽ ദൃശ്യം 2 ഉദാഹരണത്തിന് നാളെയാണ് റിലീസ് ചെയ്യണമെന്നാണ് OTT പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി 8 മണിയാകുമ്പോൾ നമുക്ക് വാട്സാപ്പിൽ എല്ലാവരും സ്റ്റേറ്റസ് ദൃശ്യം, കാര്യം അതെന്തോ UAE ടൈം അപ്ലോഡ് ചെയ്ത് എന്തോ ഒരു വ്യത്യാസം നേരത്തെ വന്നു, തലേ ദിവസം പട്ടപ്പെടാന്ന് എല്ലാവരും സ്റ്റേറ്റസ്. അങ്ങനെയാണ് നമ്മളൊരു ദൃശ്യം 2 കാണുന്നത്. അങ്ങനെ ഒരു ഇമ്പാക്ട് ഞാൻ വേറെ മലയാള സിനിമയ്ക്ക് കണ്ടിട്ടില്ല. അതിന്റെ റീച്ച് എക്സ്ട്രീം ആയിരുന്നു. അപ്പൊ അതിൽ ഭാഗമാകാൻ പറ്റും. അപ്പം പറഞ്ഞു ഞാൻ മറ്റേത് വേഷം ചെയ്തേക്കാളും ഇല്ലേ ഒരുപാട് റെസ്പോൺസ് ഉണ്ടായത്. ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. ഇവര് ഇത് വേണ്ട 1 മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പെങ്ങാണ്ട് അപ്ലോഡായി. അപ്പൊ ജന ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ ശരിക്കും ഇത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ എപ്പോഴും കയറി നോക്കി ഇത് നേരത്തെ കണ്ടു ആൾക്കാർ. അപ്പൊ എനിക്കൊരു അർദ്ധരാത്രിയൊക്കെ മുതൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരാൻ തുടങ്ങി. അപ്പം നമ്മൾ ഉറക്കമായെന്നുകൊണ്ട് അവർ വിളിക്കുന്നില്ല എന്നാണ് കണ്ടു കഴിഞ്ഞവർ. ഒരു 2-3 ആയപ്പോഴത്തേക്ക് കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അന്നേരം തൊട്ട് എനിക്ക് മെസ്സേജസ് ഉണ്ട്, ഗംഭീരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വന്നു. രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തൊട്ട് കോൾ വരാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും കുറച്ച് സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു പടമാണ് എനിക്ക്. ചിന്തിപ്പിച്ചു. അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ജോർജ് കുട്ടിയെ നെഞ്ചേറ്റി വെച്ചിരിക്കുകയാണ്. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വികാരമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം ജോർജ് കുട്ടിയെ രക്ഷിച്ച ആള്. അപ്പൊ പല രീതിയിൽ ആൾക്കാർ കാണുമല്ലോ. ഒന്ന് അദ്ദേഹം കൊള്ളാം നല്ല ആക്ടിങ് ആണെന്ന് നമുക്ക് ഒരാളെ വിലയിരുത്താം, അല്ല നല്ല കഥാപാത്രമാണ്, അങ്ങനെയൊക്കെ കാണുന്നവരും ഉണ്ട്. അതിൽ കൂടുതൽ ഇവര് നെഞ്ച് കയറ്റി വെച്ചിട്ട് കാണുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് തോന്നി ഇനി ഇയാളില്ലായിരുന്നെങ്കിൽ ജോർജ് കുട്ടി അകത്ത് പോയേനെ കേട്ട എന്നുള്ള ഒരു സ്നേഹമാണ് ആ ക്യാരക്ടറിന്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത കാര്യം. ഇത് ഹൃദയപൂർവ്വത്തിൽ ഞാൻ വളരെ ചെറിയൊരു സീനാണ്, പക്ഷെ എന്നാലും അത് ശ്രദ്ധിക്കപ്പെടും എനിക്ക് ചെയ്തപ്പോൾ തോന്നിയത്. മറുവേഷം എന്ന മൂവി വിശേഷം നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ സംവിധായകൻ അനുറാം നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള അഖിൽ പ്രഭാകരൻ നമ്മുടെ കൂടെ ഉണ്ട്. മൂവി പ്രിവ്യൂ നടത്തിയപ്പോഴത്തേക്കും കുറച്ച് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര ഫേവറബിൾ ആണ് നമുക്ക്, അല്ലേ? അതിനെപ്പറ്റി എന്താ, ഇത് നമ്മളെ ഇളക്കി മറിക്കോ തിയേറ്ററിൽ? അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സിനിമ, വലിയ ബഡ്ജറ്റിലൊന്നും ഉണ്ടായ സിനിമയൊന്നുമല്ല. പക്ഷേ പെട്ടെന്നാണ് എനിക്ക് കള്ളം എന്ന് പറഞ്ഞ എൻ്റെ കഴിഞ്ഞ റിലീസായ സിനിമ ഡിസംബർ 13 റിലീസായത്. അത് IFFKക്ക് പാരലൽ ടൈമിംഗ് ആയിപ്പോയി. അപ്പോൾ പല സിനിമാക്കാരായ എൻ്റെ ഫ്രണ്ട്സിന് പോലും പലർക്കും സിനിമ കാണാൻ പറ്റുന്നില്ല, തിയേറ്റർ അവൈലബിലിറ്റി ഒക്കെ പ്രശ്നമായി. അപ്പോൾ അത് ഞങ്ങൾ ഫിലിം മാർക്കറ്റിൽ പ്രദർശിപ്പിച്ചു. ആ സിനിമയും ഫിലിം മാർക്കറ്റ് KSFTCയുടെ ഇങ്ങനെ സിനിമകൾ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അത് നമ്മൾ ഗോവയിലൊക്കെ വലിയ രീതിയിൽ ഗ്രാൻഡ് രീതിയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും മറ്റുമൊക്കെ പിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു സാധനമാണ്. പക്ഷേ അത് ഇവിടെ എത്തുമ്പോൾ അത്രയൊന്നും ഓക്കെ അല്ല എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടത്തിൽ കള്ളം പ്രദർശിപ്പിക്കുകയും വലിയ ആളൊന്നും ഇല്ലാതെ അങ്ങനെ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. പക്ഷേ എനിക്ക് പെട്ടെന്ന് തോന്നി റിലീസ് ചെയ്യാനുള്ള സിനിമ കൂടി അതിലേക്ക് ഒന്ന് ചെയ്തു നോക്കിയാലോ എന്ന് ചോദിച്ചു. കള്ളം ആളില്ലാത്തത് നമ്മൾ പെട്ടെന്നെടുത്ത് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ഫിലിം സർക്കിളുള്ളവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് ഞങ്ങൾ മറുവശം ഒന്ന് പിച്ച് ചെയ്തു. അതിനൊരു കാരണം കൂടിയുണ്ട്. സെൻസർ ഇഷ്യൂസിൽ ഞങ്ങളുടെ സിനിമകളൊന്ന് കുറേ കട്ട്സും ഇതൊക്കെ ചേഞ്ചസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഏതെങ്കിലും തരത്തിൽ മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ടാവുമോ പ്രേക്ഷകർക്ക് കാണുമ്പോഴെന്നൊക്കെ ഉള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു 1.5 മാസം മുമ്പ് പ്രിവ്യൂ നടക്കുന്നതിൻ്റെ ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, ചെയ്യരുത്, സിനിമാക്കാരാണ്, ചെയ്യരുത്, ചെയ്ത് പടത്തെക്കുറിച്ചൊരു മോശം റിവ്യൂ വന്നാൽ തീർന്നു, പിന്നെ നിങ്ങൾക്ക് ഒരു പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിൻ്റെ റിസ്ക് ഫാക്ടർ തോന്നി. പക്ഷേ എന്തോ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്ന സബ്ജക്റ്റിന് വേണ്ടി അങ്ങനെ ചെയ്താണ്. പക്ഷേ ഭയങ്കര റിവ്യൂസ് വന്നു. ഒരുപാട് ആൾക്കാർ സിനിമാ സർക്കിളൊന്നും ഉള്ള ഗുണം എന്ന് വെച്ചാൽ മിക്സഡ് ഓഡിയൻസ് ആയിരുന്നു. ഫിലിം മേക്കേഴ്സ് ഉണ്ടായിരുന്നു, ക്രിട്ടിക്സ് ഉണ്ടായിരുന്നു. നമ്മുടെ സത്യേന്ദ്രൻ തമിഴിൽ നിന്നുള്ള ഫിലിം ക്രിട്ടിക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ഫിലിം സർക്കിളിലുള്ളവരും ഡെലിഗേറ്റ്സ് ആയിട്ട് സിനിമ എന്തൂസിയാസ്റ്റുള്ള കുട്ടികളും എല്ലാം അടങ്ങുന്നൊരു ഇത് വന്നു. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. സസ്പെൻസ് ഒക്കെ ക്രിയേറ്റ് ആയി, ക്ലൈമാക്സിനെ കുറിച്ച് നല്ല അഭിപ്രായം വന്നു. അപ്പോൾ ഞങ്ങൾ കോൺഫിഡൻ്റ് ആയി. ഞങ്ങൾക്ക് അതൊരു
അത് ഞങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഫിലിം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും നമ്മൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടുന്ന ഘട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാമെന്ന് പറഞ്ഞു സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഒരു തമിഴ്ന്നൊരു ഫിലിം എഡിറ്റർ കണ്ടിട്ട് പോയി പറഞ്ഞിട്ട് ഈ സിനിമയുടെ റീമേക്ക് അവകാശത്തിന്റെ ചർച്ചകൾ നടക്കുന്നു. ഇപ്പോഴും സ്ട്രോങ് ആയി തന്നെ നടക്കുന്നു. അങ്ങനെ കുറെ സിനിമയ്ക്ക് പ്രോഗ്രസീവായ കുറെ കാര്യങ്ങൾ ആ ഇതുകൊണ്ട് നടന്നു. അഖിലൊരു 10-12 മൂവീസോളം ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ഇല്ല, ഒരു 6 ഫിലിംസോളം ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ചൊക്കെ ക്യാരക്ടർ റോളായിട്ട് ചെയ്ത്. മറുവേഷത്തിന്റെ എങ്ങനെയുണ്ടായിരുന്നു ക്യാരക്ടർ? എന്താണ് ക്യാരക്ടർ? ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ് മറുവേഷത്തിന്. അപ്പോ അതില് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. എങ്ങനെ എനിക്ക് നെഗറ്റീവ് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തില. കുറച്ച് വയലൻസും അങ്ങനത്തെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ചെയ്തിട്ടുണ്ട്. അവൻ തന്ന പണിയും കൂടെ ചേർത്തിട്ടാണ് എനിക്ക് എനിക്ക് ആ വിഷയം ഒന്ന് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ശരിക്കും സെൻസർ ബോർഡിന്റെ വിഷയം ഉണ്ടായത്? അല്ല, അത് ഞങ്ങള് സിനിമ സ്ത്രീ വിരുദ്ധമല്ല, അല്ല, നമുക്ക് സ്ത്രീകൾക്കെതിരെയുള്ള ഇതുണ്ട്, വയലൻസ് ഉണ്ട്. അത് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിനിമയല്ല, അതിനെതിരെയുള്ള സിനിമ തന്നെയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസിനെതിരെയുള്ള സിനിമ തന്നെയാണ്. പക്ഷെ അത് നമ്മൾ അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ഫൗൾ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇത്തരം വയലൻസ് ഏരിയകളൊക്കെ ഉണ്ടെന്നുള്ളത് കൊണ്ട് ഞങ്ങളത് സർട്ടിഫിക്കറ്റ് മതി എന്ന് തീരുമാനിച്ചു. കാരണം നമ്മളും ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആണെന്നുള്ളത് കൊണ്ടും കൂടി നമ്മൾ സർട്ടിഫിക്കറ്റ് മതി എന്ന് തീരുമാനിച്ച് സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലൈ ചെയ്തു. പക്ഷേ സർട്ടിഫിക്കറ്റ് തന്നിട്ട് അവർ കട്ടുകൾ വിധിച്ചു. അത് നമുക്ക് ബുദ്ധിമുട്ടായി. കാരണം ഒന്ന് ഭയങ്കര ബിഗ്ഗർ സ്കെയിലൊക്കെ എടുക്കുന്ന ഒരു സിനിമയ്ക്ക് അത് ബുദ്ധിമുട്ടില്ല. നമ്മൾ റിലീസൊക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും താറുമാറായി. പിന്നെ ഞങ്ങൾക്ക് റീ എഡിറ്റ് ചെയ്യേണ്ടി വന്നു, കുറേ കാര്യങ്ങൾ ട്രിം ചെയ്ത് കളയേണ്ടി വന്നു. അല്ല, അത് പേഴ്സണലി ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമായി തോന്നുന്നു എങ്കിലും മറ്റുള്ളവർക്കൊന്നുമില്ല. അതാണ് പൊതുജനത്തിന് മുന്നിലേക്ക് ഞങ്ങളൊരു ഇത് വെക്കുമ്പോൾ ആരും അത്ര വലിയ അറിയില്ലല്ലോ അവർക്ക്. അപ്പോൾ അറിയാത്തവർക്കൊന്നും വലിയ വിഷയമായി തോന്നിയിട്ടില്ല. പക്ഷേ ഓഫ് കോഴ്സ് നമുക്ക് കുറച്ചുകൂടി ഇന്റൻസ് ആവുമായിരുന്നു ആ ഏരിയകളെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്തോരം പേരുണ്ട് മൂവി സ്വപ്നമായിട്ട് നടന്നിട്ട് അവർക്കത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നില്ല. ചേട്ടൻ അതിനൊരു വലിയ ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഇനി എന്താണ് ഫ്യൂച്ചർ പ്രോജക്ട്സ്? ആക്ച്വലി ഈ പറഞ്ഞതിൽ ചെറിയ മാറ്റമുള്ളത്, ഞാൻ ആഗ്രഹിക്കുന്ന സിനിമകളല്ലായിരുന്നു എനിക്ക് ഇതുവരെയും പലപ്പോഴും സംഭവിക്കുന്നത്. എൻ്റെ അത് അൺപ്ലാൻഡായിട്ട് പെട്ടെന്ന് വന്ന ഒരു സംഭവം മാറും, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ കരുതി ചെയ്ത് എനിക്കിത് വിഷ്വലൈസ് ചെയ്ത് ഗംഭീരമാക്കണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ട് പല സിനിമകളും മാറിപ്പോവുകയാണ് ചെയ്തത്. പക്ഷെ മറുവശം എനിക്ക് ചിലപ്പോൾ ഒരു തുടക്കമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വരാനുള്ളത് ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്ന പ്രൈം ടൈം എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ഭയങ്കര വ്യത്യസ്തമായ സിനിമയായിരിക്കും, ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് സിനിമ. പിന്നെ ഒരു ആക്ഷൻ ഫിലിം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടുമാണ് മുന്നിൽ നിൽക്കുന്ന പ്രോജക്റ്റുകൾ. ശരി, മറുവശം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സെല്ലുലോയിഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അടുത്ത ആഴ്ച പുതിയ ഗസ്റ്റായിട്ട് ഞാൻ വരും. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ എപ്പിസോഡിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ സൂര്യ ടിവിയുടെ സോഷ്യൽ മീഡിയ പേജ് വഴി നമ്മളോട് പങ്കുവയ്ക്കാം. ഏതെങ്കിലും ഗസ്റ്റിനെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇതിൻ്റെ അകത്ത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻപുട്സ് തരാം. നിങ്ങൾക്ക് ഏതെങ്കിലും ആർട്ടിസ്റ്റുകളോട് ചോദിക്കാൻ നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഫീഡ്ബാക്കും, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രീതിയോ അങ്ങനെ ഏത് രീതിയിലുള്ള ഫീഡ്ബാക്സിനും നമ്മൾ ഓപ്പൺ ആണ്. ഫീഡ്ബാക്സ് ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുക. നമ്മളത് ഭയങ്കര ശ്രദ്ധയോടുകൂടി നോക്കുന്നതായിരിക്കും, അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും.